അങ്ങനെ ഇത് ഞങ്ങളുടെ 3-ാം ദിവസമാണ് ക്രൂസ് തുടങ്ങിയിട്ട്. പക്ഷേ ഓഷ്യൻ ഗേയിലെ സെക്കൻഡ് ഡേ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ കണ്ടില്ലേ, അയാൾ ക്ലീൻ ചെയ്യും അവിടെ എല്ലാം. ജനങ്ങളൊക്കെ എണീറ്റ് വരുന്നതിന് മുമ്പേ ഞങ്ങളിത് ബാൽക്കണിയിൽ നിന്ന് കാണുന്നതാണ്. ഒടിഞ്ഞ ഓലയൊക്കെയും എടുത്ത് പറക്കിയെടുത്ത് ക്ലീനിങ്ങാണ്. നല്ല വൃത്തിയുള്ളൊരു ഐലൻഡായിരുന്നു കേട്ടോ. എൻ്റെ വണ്ടികളൊക്കെ പോയി എല്ലാ റോഡും ഒക്കെ ക്ലീനാക്കുന്നു. ഇത് കണ്ടോ എന്ത് ശാന്തമായിട്ട് കിടക്കാൻ നോക്കിയാൽ, ക്വയറ്റ്. എല്ലാവരും എണീറ്റ് ബഹളമൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുമ്പേ സൂര്യൻ ഓൾറെഡി ഉദിച്ചായിരുന്നേ. ഞങ്ങൾ സൺറൈസ് കാണാമെന്ന് ഓർത്തു, പക്ഷേ ഉറങ്ങിപ്പോയി രാവിലെ ലേറ്റായി എണീറ്റപ്പോൾ. ഇപ്പോൾ എനിക്കൊന്ന് 6:30-7 മണിയാവാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോഴത്തേന് അതൊക്കെ കഴിഞ്ഞു, സൂര്യോദയമൊക്കെ കഴിഞ്ഞു. കസേരകളെല്ലാം അടുക്കി വെച്ചിരുന്നുണ്ടോ ഡെക്കിലെല്ലാം. ഇത് കണ്ടോ, ഇന്നലെ രാത്രി പാർട്ടിയൊക്കെ ആയിരുന്നല്ലോ ലൈറ്റ് ഹൗസിൽ. അത് കഴിഞ്ഞ് കസേര എല്ലാം വലിച്ചു വാരി നിരത്തി മെസ്സൊക്കെ ആക്കിയിട്ട് നല്ലത്. രാവിലെ ജോലിക്കാരതെല്ലാം ക്ലീനാക്കുന്നു. അവരതെല്ലാം വീണ്ടും പറക്കി വൃത്തിയാക്കി വെച്ച് എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് ബീച്ചെല്ലാം ക്ലീൻ ചെയ്യുവാണ്. കുറേ ജനങ്ങളുണ്ട് ക്ലീൻ ചെയ്യാൻ അവിടെ. ഇത് കണ്ടോ, ഞങ്ങൾക്ക് ഇന്നലെ മെയിൽ വന്നായിരുന്നു എല്ലാവരും ബാൽക്കണി എല്ലാം കഴുകുമെന്ന്. അപ്പം രാത്രി കഴുകിയതായിരിക്കും. നദികൾ രാവിലെ തുടയ്ക്കുന്നു അവിടെ നിന്നിട്ട്. അവിടെ ഒരാൾ കണ്ടോ ചെയർ പോലത്തെ ആ ബെഡ് കിടന്ന് കാണാനുള്ള എല്ലാം മടക്കി വെച്ചേക്കുമായിരുന്നു. രാവിലെ എല്ലാം നൂത്ത് പറക്കിയിടുക. ആൾക്കാർ എണീറ്റ് വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്യുകയാണേ. ഇത് കണ്ടോ, അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ടല്ലോ, റെസ്റ്റോറൻറ്റ്സും ബാറും. അവിടേക്കുള്ള സാധനങ്ങളെല്ലാം ഇന്ന് വേണ്ട സാധനങ്ങളെല്ലാം അവർ കൊണ്ടുപോകും കിട്ടിക്കൊണ്ട്. ഇതൊക്കെ അവിടുത്തെ സ്ഥിരം സ്റ്റാഫായിരിക്കും. അവർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾ കാണിച്ചായിരുന്നു, സ്റ്റാഫിൻ്റെ താമസം. അങ്ങനെ ഞങ്ങൾ രാവിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ എല്ലാവരും രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങിപ്പോയി. ഇന്ന് ഞങ്ങൾക്കും വെള്ളത്തിൽ ഇറങ്ങാൻ പോയി. ഞങ്ങൾ ഇന്നലെ ഇറങ്ങിയില്ലായിരുന്നു, ഇന്നപ്പോൾ ഇറങ്ങണം. ഇന്നും കൂടെ ഉള്ളൂ ഓഷ്യൻ ഗേയിൽ, ഇന്ന് തിരിക്കും. ഇത് കണ്ടോ, നമ്മൾക്കിവിടെ വണ്ടിയുണ്ട്. ഈ വണ്ടിയെ നമ്മളെ ഫുൾ ബീച്ചും കൊണ്ടുകിടന്ന് കാണിക്കും നടക്കാതെ. അപ്പം ഞങ്ങൾ ലൈൻ നിൽക്കുകയാണ് ഇവിടെ. വണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് അത് കയറി ചുമ്മാ എല്ലാവരുടെ വണ്ടിയിലൊന്ന് കയറി അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഓർത്തിട്ട് കയറാൻ നിൽക്കുക. അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, വണ്ടി വരുന്നുണ്ട്. കയറി ഞങ്ങൾ അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച്. നടന്ന് ഭയങ്കര വെയിലാണ് രാവിലെ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് എല്ലായിടും ഒന്ന് കാണാം. ഞങ്ങൾ കുറച്ച് ബീച്ചുകളൊക്കെ ഇന്നലെ പോയായിരുന്നു, പക്ഷേ വെള്ളത്തിൽ ഇറങ്ങിയില്ല. ഇതിലൊക്കെ കയറി നടന്ന് കറങ്ങി കണ്ടേച്ച് പിന്നെ ബീച്ചിൽ പോയി വെള്ളത്തിൽ കിടക്കാമെന്ന് പറഞ്ഞു. ഒരു പോയിന്റിൽ നമ്മളെ ഇറക്കി വിടും, കയറ്റുന്നതും അവിടെ നിന്ന് തന്നെ, അവിടെ നിന്നാൽ മതി. ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് ഉണ്ട് ഈ ബീച്ച് മൊത്തം, ഈ ഐലൻഡ്. അപ്പോൾ അത്രയും ദൂരം നടക്കാതിരിക്കാൻ ഞങ്ങൾ നോക്കിയതാണ്. ഇത് ഇവിടെയാണ് ഞങ്ങൾ ഇറക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ കയറ്റുന്നത്. ഇവിടെ കസേര കയറ്റണം, നമുക്ക് അവിടെ ഇരുന്നാൽ മതി, അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്തോളും. ഇവിടുത്തെ ബീച്ചുണ്ടല്ലോ. തിരിച്ച് വെറുതെ ചുമ്മാ അടുത്തടുത്തേക്ക് അവിടുന്ന് ആ സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയി അതിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോൾ അവിടെ നിർത്തിയെടുത്ത് ഞങ്ങൾ ഇറങ്ങിയില്ലായിരുന്നു, വേറെ അടുത്ത ബീച്ചിലേക്ക് പോയതിൽ തന്നെ.
കണ്ടോ, അടുത്ത ബീച്ചിൽ വന്നു ഞങ്ങൾ വെള്ളത്തിലിറങ്ങി. എനിക്ക് സ്വിമ്മിങ് അറിയാത്ത ഒരാളാണ്. പേടിച്ച് കരയ്ക്ക് നിന്നിട്ട് അവസാനം രണ്ടും കൽപ്പിച്ച് വെള്ളത്തിൽ ഞാൻ ഇറങ്ങി. നല്ല തെളിഞ്ഞ വെള്ളം. ഇഷ്ടോളം ബീച്ചുണ്ട് ഇവിടെ. അത് കാരണം ആൾക്കാർ പലയിടത്തായിട്ട് പോയി കിടക്കും. ഞാനങ്ങനെ എൻ്റെ ലക്ക് പരീക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി. ഇത് കണ്ടോ, ഇവിടെ ബീച്ചിൽ ഈ ഐലൻഡിൽ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും. അവർക്ക് താഴെ പോയിട്ട് അതിനാവശ്യമുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും വെച്ചുകൊണ്ട് അവർക്ക് താഴെ പോയിട്ട് ഓഷ്യൻ ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റും, സീ ആനിമൽസിനെയൊക്കെ. അപ്പോൾ അതിനുള്ള അത് ചെയ്യാൻ പറ്റും, സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ബീച്ചിൽ. ഒത്തിരി കസേരയൊക്കെ കസേര എന്ന് പറയാൻ പറ്റില്ല, ചാരി കിടക്കുന്നതിന് എന്താ പറയുക, അതൊക്കെ വെറുതെ കിടക്കുന്നു എംറ്റിയായിട്ട്. ഞാൻ കുറേ നേരം വെള്ളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ നല്ല സുഖമാണ്, പിന്നെ കയറാൻ മടിക്കുക. ഇറങ്ങുന്നവരെ നമ്മൾ ദേഹം നനയുമെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. സ്വിമ്മിങ് അറിയത്തില്ല, പക്ഷെ വലിയ ആഴമൊന്നും ഇല്ലാത്ത ഒരു ബീച്ച്. പിന്നെ അവിടെ നിന്ന് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ദാഹിക്കാനൊക്കെ തുടങ്ങി. ചൂടല്ലേ, അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് ഓർത്തു അവിടോട്ട് കയറിയതാണ്. ആ ക്രൂസിൻ്റെ അകത്തുള്ള സെയിം ഫുഡ് ഇവിടെയും കാണും. അത്ര അഴുക്കാവാത്ത, ലൈക്ക് ചീസൊന്നും കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് അഴുക്കാവത്തില്ല. അല്ലാത്ത തരം ഫുഡെല്ലാം ഇവിടെ ഉണ്ടാവും. ഇതിനൊന്നും പൈസ കൊടുക്കണ്ട കേട്ടോ, ഇത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണേ. ഈ ആൽക്കഹോളിക് ഡ്രിങ്ക് എടുക്കുവാണെങ്കിൽ മാത്രമാണ് പൈസ കൊടുക്കേണ്ടത് വെളിയിൽ. ബാക്കിയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാം. ലെമണേഡ് ഉണ്ടായിരുന്നു, പിന്നെ വേറെ ഏതാണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനും എടുത്തില്ല. ഇത് കണ്ടില്ലേ കടൽ കിടക്കുന്നത്. ഒരു വൈകുന്നേരം 4 മണിയായി. ഈ സമയത്ത് ഞങ്ങൾ തിരിച്ച് ചായ കുടിക്കാമെന്ന് ഓർത്ത് റെസ്റ്റോറൻറ്റിൽ കൂടെയുള്ള വ്യൂ ആയിരുന്നു അത്. ഇവിടെയൊക്കെ ആൾ കുറവാണ്, എല്ലാവരും അവിടെ ബീച്ചിലൊക്കെ കിടക്കുന്നേ ഉള്ളൂ, 3/4 പേര്. പിന്നെ കുറച്ച് പേര് കിടന്ന്, ഞങ്ങൾ വന്ന് കിടന്ന് ലഞ്ച് കഴിച്ചു ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് ചായ കുടിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ആളൊന്നുമില്ല. ചായയൊക്കെ കുടിച്ച് പുറത്തോട്ടൊക്കെ നോക്കി ഇരുന്ന്. ഇന്നിവിടുന്ന് യാത്ര തിരിക്കും, 2 ദിവസം ആകുമല്ലോ. അപ്പോൾ ഇന്നിനി അടുത്ത ദിവസത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഐലൻഡ് കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചു ഐലൻഡ്സ് ഉണ്ട്. ദൂരെയാണിത്, ഞാൻ സൂം ചെയ്തത്. അത് വേറൊരെണ്ണം ഇവിടെ കണ്ടോ. മീനൊക്കെ ഇടയ്ക്ക് പൊങ്ങുന്നുണ്ടായിരുന്നേ. അവിടെ വേറൊരു ഐലൻഡ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബാൽക്കണി കയറി നിന്നു, ചായയൊക്കെ കുടിച്ചിട്ട്. ഇത് കണ്ടോ, എല്ലാവരും സ്റ്റിൽ അവിടെ കിടപ്പുണ്ട്, കുറേ ആൾക്കാർ. 6 മണിക്ക് 6 മണിക്ക് മുമ്പ് എല്ലാവരും ഇതിൻ്റെ കയറണമെന്ന്. 5:30 ആകുമ്പോഴത്തേനും എല്ലാവരും വെള്ളത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ 6 മണിക്ക് നമ്മുടെ ക്രൂസ് വിടും. അപ്പോൾ 5:30 ആകുമ്പോഴത്തേനും എല്ലാവരും വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങണം. നല്ല കണ്ടോ, എല്ലാവരും 5:30 ആയപ്പോഴത്തേക്കും തിരിച്ച് കയറി. അപ്പോൾ 6 മണിക്ക് ഞങ്ങളുടെ ക്രൂസ് വിടും. ഞങ്ങളിവിടെ വന്ന സമയത്തെ, ഇന്ന് ലാൻഡ് ചെയ്ത സമയത്ത്, ഇന്നലെ ഞങ്ങൾ ഓർത്തു ഇതെങ്ങനെ 2 ദിവസം ഇവിടെ കളയുമെന്ന്. ഈ ബീച്ചിൽ പോയിരിക്കാമെന്ന് ഓർത്തു. പക്ഷേ ഞങ്ങളുടെ സമയം പോയി, ഞങ്ങൾ അറിഞ്ഞതേയില്ല. 2 ദിവസം ബീച്ചും ആ പ്രകൃതി ഭംഗിയും ഭക്ഷണവും ഡാൻസും പാട്ടും എല്ലാം കൂടെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് അത്രയും ക്ലീനായിട്ടുള്ളൊരു സ്ഥലവും ശരിക്കും എൻജോയ് ചെയ്തു. ഇന്ന് 6 മണിയാകുമ്പോൾ ഇത് വിടും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി ഓഷ്യൻ ഗേയിൽ വീണ്ടും ഒരിക്കൽ വിസിറ്റ് ചെയ്യാമെന്നുള്ള വിചാരത്തിൽ
ഞങ്ങൾ സന്തോഷത്തോടെ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. നാളെ ഞങ്ങൾ സീല എങ്ങും ഇറങ്ങുന്നില്ല ഒരു ദിവസം. അപ്പം ഞാൻ ഈ ക്രൂസിൻ്റെ അകത്തുള്ളതെല്ലാം കാണിക്കാണ്. അതിൻ്റെ അകത്തൊന്നും ഞാനൊന്നും കാണിച്ചില്ല. അപ്പോൾ നാളെ അത് കാണാം. ഇവിടെ വന്നിട്ട് മീനിനെ ഒന്നും കണ്ടില്ലെന്നുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇരുന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു മീനിനെ ഞാൻ സ്പോട്ട് ചെയ്തു അവിടെ. അപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇത് മൂവ് ചെയ്യുവാണ്. ഇതേ കണ്ട് ഡോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ കണ്ട് അതെല്ലാം അയച്ചു വിടുന്നത്. എന്നിട്ട് അയാൾ ആ ലാഡറിൽ കൂടെ ആ പാലം പോലെ ബ്രിഡ്ജ് പോലിരിക്കുന്നതിൽ കൂടെ അപ്പുറത്ത് പോയി. എന്നിട്ട് അയാൾ തിരിച്ചിങ്ങ് വരികയും ചെയ്യും. അപ്പോൾ ഊരി വിടുവാണ്. ഞങ്ങളുടേത് മൂവ് ചെയ്യാൻ തുടങ്ങി. വേണ്ട ഇച്ചിരി മൂവ് ചെയ്ത് അതിൻ്റെ സൈഡിൽ നിന്ന് മാറി. അവിടെ പണിക്കാരൊക്കെ നിൽപ്പുണ്ട്. ഇതേ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവർ ബൈ ബൈ ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞിട്ടാ. ഞങ്ങളങ്ങനെ ഇത് കണ്ടോ, അവിടെ ഞങ്ങൾ മെസ്സപ്പാക്കിയതൊക്കെ വീണ്ടും അവരെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കിയേക്കുക. അടുത്ത ക്രൂസുകാർ വരുമ്പം വൃത്തിയായിട്ട് കിടക്കണമല്ലോ. അവിടെയെല്ലാം ബീച്ചും നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു ബീച്ചാണിത്. അപ്പം ഞങ്ങൾ ലൈറ്റ് ഹൗസ് പാസ് ചെയ്ത് ബീച്ച് കവർ ചെയ്ത് ഞങ്ങളപ്പം യാത്ര തുടരുകയാണ് അടുത്ത ദിവസത്തേക്ക്. അപ്പം നാളെ ഇനി ക്രൂസിൻ്റെ അകത്ത് കാണിക്കാത്ത ഭാഗത്തിൻ്റെ വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.